ഞങ്ങളുടെ എല്ലാ ബഹുമാന്യ സഹോദരി സഹോദരന്മാർക്കും ഫാമിലി മെമ്പേഴ്സിനും പവർ വിഷനിൽ നിന്ന് വന്ദനം. പവർ വിഷൻ കുടുംബം നിങ്ങളെ വന്ദനം ചെയ്യുന്നു, സ്വാഗതം ചെയ്യുന്നു, സ്നേഹിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഒന്നും വെറുതെ പോകത്തില്ല. പവർ വിഷനിലേക്ക് നിങ്ങൾ അയച്ചിട്ടുള്ള എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ഫയൽ ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. ആ പ്രാർത്ഥിക്കുന്നവരെ നിങ്ങൾ മിക്കവാറും പവർ വിഷനിൽ കാണത്തില്ല. അവർ ഇവിടെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് പ്രാർത്ഥനാ വിഷയങ്ങളെ എടുത്തു വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുപടി കിട്ടിയ വിഷയങ്ങൾ 100 കണക്കിന് അല്ല, 1000 ഉണ്ട്. കിട്ടാനും ഒത്തിരി ഉണ്ട്. നിങ്ങളുടെ സ്നേഹത്തിനും സേവനത്തിനും സഹകരണത്തിനും പവർ വിഷൻ നന്ദി പറയും. വിശേഷാൽ വചനപ്രഭാതം സ്ഥിരമായി കാണുകയും അതിനുവേണ്ടി എന്നും പറഞ്ഞ് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നവരുണ്ട്. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. ഒരു സഹോദരൻ 1 വർഷത്തെ സമ്പാദ്യത്തിൽ നിന്ന് ഈ വചനപ്രഭാതം കേൾക്കുമ്പോൾ അതിനൊരു സ്തോത്ര കാഴ്ചയിടും. അത് മാത്രമേ കേൾക്കാൻ അദ്ദേഹത്തിന് നേരമുള്ളൂ. അത് കഴിഞ്ഞ് അദ്ദേഹം ജോലിക്ക് പോകും. അത് കൂട്ടിവെച്ച് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 10,000 രൂപ ഇവിടെ ഏൽപ്പിച്ചു. ഞാനിതെന്തിനാ പറഞ്ഞെന്നറിയാമോ? ഇത് വിശ്വാസത്താൽ ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് നടന്നു പോകുന്ന ഒരു ശുശ്രൂഷയാണ്. നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ധൈര്യമായിട്ട് എഴുതിക്കോളൂ. ഞങ്ങൾ പ്രാർത്ഥിക്കും, ദൈവം പ്രവർത്തിക്കും. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് നിവർന്ന് നിൽക്കുക എന്നതാണ്. 20-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ അങ്ങനെ ഒരു വാക്കുണ്ട്. വാക്ക് നിങ്ങൾ കേട്ടു കാണും. ശ്രദ്ധിച്ചു നോക്കിയേ. അവർ കുനിഞ്ഞ് വീണുപോയി, എന്നാൽ ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഞങ്ങൾ എഴുന്നേറ്റ് നിവർന്നു നിൽക്കും. ഒരു കൂട്ടർ വീണുപോയി. അവരാരാണ്? ലോകത്തിൽ ആശ്രയിച്ചു, ജഡത്തിൽ ആശ്രയിച്ചു, ബലത്തിലും ധനത്തിലും ആശ്രയിച്ചു. അവർ കുനിഞ്ഞു വീണുപോയി എന്ന് പറഞ്ഞാൽ തകർന്നടിഞ്ഞു പോയി. ഇതിനോട് യോജിക്കുന്ന കാര്യമാണ് മത്തായി സുവിശേഷം 7-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്. പാറമേൽ അടിസ്ഥാനമിട്ട വീട് തിരമാലയെ ചെറുത്തു തോൽപ്പിച്ച് നിവർന്നു നിന്നു, തലപൊക്കി നിന്നു. എന്നാൽ മണലിന്മേൽ പണിത വീട് വേഗത്തിൽ പ്രബലപ്പെട്ടെങ്കിലും തിരമാല വന്നടിച്ചപ്പോൾ, മഴ പെയ്തപ്പോൾ, കാറ്റടിച്ചപ്പോൾ, വെള്ളം പൊങ്ങിയപ്പോൾ, തിരമാല അടിച്ചപ്പോൾ 1, 2, 3 മിനിറ്റുകൾ കൊണ്ട് നിലംപൊത്തി കുനിഞ്ഞ് വീണുപോയി എന്ന് പറഞ്ഞാൽ തവിട് പൊടിയായിപ്പോയി, തകർന്നു പോയി. ഇനി ഒരിക്കലും എഴുന്നേൽപ്പിക്കാനോ എഴുന്നേൽക്കാനോ കഴിയാത്ത വിധം തകർന്നു പോയി. മണലിന്മേൽ പണിത വീട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ പാറമേൽ പണിത വീടാണ്. അത് എഴുന്നേറ്റ് നിവർന്ന് നിൽക്കുകയാണ്. ആ നിൽപ്പൊരു വെല്ലുവിളിയോടുകൂടെയാണ്. ഏ പെരുവെള്ളമേ, ഏ കൊടുങ്കാറ്റ്, ഏ തിരമാലേ, എന്തേ തിരിഞ്ഞു പോയത്? എന്തേ പിൻവാങ്ങിയോ? എഴുന്നേറ്റ് നിവർന്ന് നിൽക്കും. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എഴുന്നേറ്റ് നിവർന്ന് നിൽക്കും എന്ന് പറഞ്ഞാൽ അഭിമാനത്തോടെ നിൽക്കുന്നു. സ്വയത്തിലല്ല, ദൈവത്തിൽ. യഹോവ എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ പേടിക്കയില്ല. മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും? പിശാച് എന്നോട് എന്തു ചെയ്യും? ലോകം എന്നോട് എന്തു ചെയ്യുമെന്ന് ഒരു വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇന്ന് ലോകം മുഴുവനും വിശുദ്ധന്മാർ നിൽക്കുന്നു.
ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ നിൽക്കുകയല്ല, അവനെ നിർത്തിയിരിക്കുകയാണ്. അവൻ നിൽക്കുകയല്ല, അവൻ നിവർന്നു നിൽക്കുകയാണ്. അവൻ അഭിമാനത്തോടെ നിൽക്കുകയാണ്. അവനൊരു അടയാളമായി നിൽക്കുകയാണ്. അവനൊരു സാക്ഷ്യമായി നിൽക്കുകയാണ്. അതെ, ഞങ്ങൾ അനുഭവത്തിൽ നിന്ന് പറയുന്നു, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ അഭിമാനത്തോടെ നിൽക്കും. ദൈവം നമ്മെ അനുഗ്രഹിക്കും.